അപ്പൊ നമ്മൾ മഹാരാഷ്ട്ര ആദ്യത്തെ ദിവസം കിടിലൻ സ്ഥലത്താ. എവിടത്തേക്ക് പോലെയൊന്നല്ല, ബ്രഹ്മഗിരി ഹിൽസ്. വിഷയം എന്ന് വെച്ചാൽ ഇതാണ് അവസ്ഥ. ഇത് എത്തിപ്പെട്ടത് എവിടെയാന്ന് നമുക്കറിയില്ല സത്യം പറഞ്ഞാല്. നല്ല ചെളിയുണ്ട്, നല്ല മഴയുണ്ട്. മഴയില്ല പരാതികളൊക്കെ അതിനിടയ്ക്ക് വേറൊരു സുഹൃത്തിനെ കണ്ടുപിട്ടിട്ടുണ്ട്, നമ്മുടെ മെയിൻ ക്യാപ്റ്റൻ. അവരുമായിട്ട് സംസാരിക്കുന്നു. ഇവ സംസാരിച്ച ആരെയും വീഴ്ത്തുന്നെന്ന് പറയുന്നത്. മെയിൻ പ്ലാൻ നമ്മള് ഫുഡ് കഴിക്കലാന്ന്, വേറെ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. 2 ദിവസമായി ശരിക്കൊന്നും കഴിച്ചിട്ട് അല്ലേ. ഇന്ന് കഴിക്കണ്ടേ? ഇന്നും വേണ്ടേ? എനിക്ക് ഫുഡ് വേണ്ടേ? കിട്ടിയില്ല, കൊലപാതകം നടക്കും. നിങ്ങക്ക് ഫുഡ് വേണോ? ആർക്കും ഫുഡില്ല. വാ, പക്ഷെ കിട്ടിയത് ഇന്നലത്തെ ചോറാണ്. അത് വേറെ സത്യാവസ്ഥ. വേറെ പേരുണ്ട്, ചൂടാക്കിയത്. ഇതിന് പേരൊന്നും അറിയില്ല, എന്തോ പേര് വേണം പറഞ്ഞു. പക്ഷെ അതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലായത് എന്താ അറിയോ? ഇന്നലെ തലേന്ന് ഉദ്ദേശിച്ചത് ബാക്കിയല്ല. പ്രണവലം അടിച്ചു നക്കിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഫുഡൊക്കെ കഴിച്ച് വെയിറ്റ് ചെയ്യുന്നൊരു വണ്ടി വരാനുണ്ട്, അതിനുവേണ്ടി വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പോകാനുള്ള ഓട്ടോ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും കയറി. 2 വണ്ടിയുണ്ട്, കുറച്ച് പേരിലുണ്ട് 2 വണ്ടി വേണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ നേരെ ബ്രഹ്മഗിരി ഹിൽസിലേക്ക് വിടലായി. റോഡുകളെ അവസ്ഥ ശോകമാണ് കേട്ടോ. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ട് ചളിയിലുള്ളത്. ഇത് റോഡാണ്. റോഡിൻ്റെ ഒരു സൈഡിൽ വേസ്റ്റിൽ നിന്നാൻ വേണ്ടിയിട്ട് പന്നികൾ വന്നിട്ടുണ്ട്. എന്താ പന്നികളൊക്കെ കാണാൻ പറ്റും നമ്മുടെ നാട്ടിൽ. പക്ഷെ പന്നികളൊന്നും ആർക്കും ഉപദ്രവമില്ല കേട്ടോ. സ്ഥിരമായിട്ട് നമ്മുടെ നാട്ടിൽ നായികളെല്ലാം വന്നിട്ട് ഇങ്ങനെ കഴിക്കില്ല, അതുപോലെയാണ് പന്നികളെ കാണുന്നത്. അതുപോലെ ഇതൊക്കെ ഇവിടുത്തെ വീടുകളാണ്, ചെറിയ ചെറിയ വീടുകൾ ഉണ്ടോ. ഒക്കെ കൂടുതൽ ഇങ്ങനെയുള്ള വീടുകളാണ്. എല്ലാവരും ഹാപ്പിയാണ്. സംഭവം പറഞ്ഞാൽ എല്ലാവരും ഹാപ്പിയാണ്. നമ്മുടെ നാട്ടിൽ മറ്റൊരു വീട് എടുക്കുമ്പോൾ വേറൊരുത്തിന് അതിൽ കൂടുതൽ എടുക്കണം എന്നില്ല ആഗ്രഹങ്ങളൊന്നും ആർക്കും ഉണ്ടാവില്ല. അതെന്തായാലും അവരെ നമ്മൾ നല്ലത് പറയണം. ചെറിയ വീടുകളിൽ സന്തോഷത്തോടെ നിൽക്കുന്നുണ്ട്. അതുണ്ടോ പന്നികളൊക്കെ ഉണ്ടോ? നായയും പന്നിയും ഒരുമിച്ച്. ഇതൊക്കെ തന്നെയാണ് റോഡുകളുടെ അവസ്ഥ. എന്ത് പറഞ്ഞാലും അത് മോശം തന്നെയാണ്, അതൊന്നും പറയാനില്ല. കണ്ടു നോക്കാം, മൊത്തം പൊട്ടിപ്പൊളിഞ്ഞിട്ട് ശരിയാക്ക എന്ന് വിചാരിച്ച് നിൽക്കുന്നതാണ് തോന്നുന്നു. എന്ന് ശരിയാവും എന്നറിയില്ല. മൊത്തം ഇങ്ങനെ തന്നെയാണുള്ളത് റോഡ്. അവസാനം നമുക്ക് എത്തേണ്ട സ്ഥലത്തേക്ക് നമ്മൾ എത്തിപ്പെട്ടിട്ടുണ്ട്. ഇതാണ്, ഇതിൻ്റെ മുകളിലേക്കാണ്. ഇവിടെ എത്തിയിട്ട് ഇതിൻ്റെ മുകളിലേക്കാണ് നമ്മൾ കയറേണ്ടത്. ഓരോരുത്തരായി ഇറങ്ങി. ഓട്ടോയിൽ 5 പേര്, നമ്മൾ 6 പേര് കയറിയിട്ടാ. ഒരു ഓട്ടോയിൽ നമ്മൾ 12 പേരുണ്ടായിരുന്നു. അപ്പോൾ ഒരു ഓട്ടോയിൽ 6 പേര് വെച്ച് കയറി. അതൊന്നും വിഷയമേ ഇല്ല ഇവിടെ, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളേ ഇല്ല. ഇത് കയറണമെങ്കിൽ വടി വേണം. വടി വെച്ചിട്ട് കയറാൻ പറ്റും, കുറച്ച് ഒരു ആശ്വാസം കിട്ടും. അതുകൊണ്ടാണ് എല്ലാവരും വടി എടുത്തിട്ടുള്ളത്. ഇത് വയസ്സന്മാർ ഒരു ഇതുകൊണ്ട് ഒരു കണ്ണാടിയും കൂടി ഇടാ. മറ്റേ സാധനം വല്ലതും തരണേ. അന്തനോട്ടെ മോഡലാണ്. നമ്മൾക്ക് ഇവിടുന്ന് വെറുതെ വടിയെല്ലാം വാങ്ങിയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവിടെ വേറെ വിൽക്കുന്നുണ്ട്. 10 രൂപ 10-500 കൊടുത്ത് വാങ്ങിച്ചതാണ്. സെയിം സാധനം ഇവിടെ 10 രൂപ. ഞാൻ വരുമ്പോഴേ പറഞ്ഞു നിങ്ങളോട് ഇതെല്ലാം ഉണ്ട്, വീട്ടിൽ നിന്ന് ഒരു മട്ടക്കണ എടുത്താൽ എന്നെല്ലാം പറഞ്ഞു. പക്ഷെ ഇവരാരും സമ്മതിച്ചിട്ടാ. സെറ്റ് സാധനം. എപ്പോഴാണ് എനിക്ക് വടി വേണ്ടേ? നല്ല വടിയുണ്ട്. നമ്മ ഒന്ന് വാ.
അടുത്ത കണ്ടു അതല്ല കോമഡി അപ്പോഴാ ഒരുത്ത നാട്ടിന്ന് 500-600 കൊടുത്തിട്ട് വട്ടി വാങ്ങിച്ചിട്ട് വന്നിനി നമ്മക്ക് സുഖമായി 10 റുപ്യക്ക് കിട്ടിയ സാധനം. ഇത് 20 ഇപ്പൊ കൊടുക്കേണ്ടത്. നമ്മള് തിരിച്ചു വരുമ്പം ഇത് തിരിച്ചു കൊടുത്തെങ്കിൽ 10 റുപ്യ നമുക്ക് തിരിച്ചു തരും. ഇവിടെ വടിയുമായി നമ്മൾ യാത്ര തുടങ്ങിയിരിക്കുന്നു. സംഭവം എല്ലാരും വടി എടുക്കുന്നുണ്ട്, അതുകൊണ്ട് നമ്മളും എടുത്തു. അത്രേ ഉള്ളു ഉദ്ദേശം. ഇയമ്പാത്തെ നിന്റെ നീല വടി കൊണ്ടെന്നല്ല അതെന്താക്കി അതെന്തേ പവർ കിട്ടട്ടെ. എവിടെ നോക്കിയാ ഞാൻ പറ്റില്ല. നേരത്തെ പറഞ്ഞില്ല അതുപോലെ തന്നെയാണ്. കണ്ട പന്നികൾ ഒരുപാടുണ്ട്. അവിടെ ഇവിടെ ആയിട്ട് ഒരുപാട് പന്നികളുണ്ട്. ഒരു പ്രശ്നമില്ല, നമ്മുടെ നാട്ടിലെ തെരുവ് നായകൾ നടക്കുന്ന പോലെ നടക്കുന്നത്. ഇതുപോലുള്ള ഒരുപാട് സ്റ്റെപ്പുകളുണ്ട്. അതൊക്കെ കേറിയിട്ട് വേണം നമ്മൾ ഏറ്റവും ടോപ്പിലെത്താൻ. ടിക്കറ്റ് എടുക്കാൻ ഇവിടുന്ന് പാസ് എടുക്കേണ്ട, അപ്പൊ പാസ് എടുക്കാനുള്ള ക്യൂ നിൽക്കുന്നു. പാസ് എടുത്ത് കഴിഞ്ഞ് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി. ഇത് സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുക. നടന്ന് കുറച്ച് മുകളിലെത്തിയിട്ടുണ്ട്. അതിൻ്റെ ഏറ്റവും മുകളിലാണ് നമുക്ക് കയറേണ്ടത്. ഇവിടെ കോലങ്ങളൊക്കെ ഉണ്ടാകും. ഇതൊക്കെ ക്ഷീണം വന്നിട്ട് ഓരോരുത്തർ ഇരിക്കുന്നതാണ് കേട്ടോ. ആ സ്റ്റെപ്പിൽ തന്നെ അങ്ങനെ ഇരിക്കും. ഇവിടെ ചെറിയൊരു വിഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അവസാനം നമ്മൾ ഏറ്റവും ടോപ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇതെല്ലാം ഈ കള്ള നായ്ക്കൾ എന്നെ കാത്തിക്കാണ്ട് ഓടി, ഒരുത്തനും കൂട്ടിയിട്ടില്ല. അപ്പൊ ഇവിടെ എത്തിയതൊരു മലയാളിനെ കണ്ടിട്ടുണ്ട് കേട്ടോ. എവിടെ പോയാലും ഒരു മലയാളി ഉണ്ടാവുന്ന പറയില്ലേ, ഈ മലയാളി തന്നെ. ഇവരെ നമുക്ക് കിട്ടിയത്. എവിടെ സ്ഥലം? ആലക്കോട് അല്ലേ? പാലക്കാട് അല്ലേ? പാലക്കാട്